ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളെ കാണിക്കുകയാണ് തത്സമയം. ഇപ്പോൾ ഇവിടെ ഏറ്റവും അവസാനം രണ്ട് പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് KSFDC ചെയർമാൻ, 4 വർഷം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളെന്ന നിലയിൽ KSFDCയെ ഇന്ന് ഈ നിലയിലേക്ക് മാറ്റുന്ന വലിയൊരു പങ്കാണ് അത് നിർവഹിച്ചത്. നിലവിലുള്ള തിയേറ്ററുകളെല്ലാം നവീകരിച്ചു, ആധുനീകരിച്ചു. പുതിയ ധാരാളം തിയേറ്ററുകൾ, 150 കോടിയുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ, അതിന്റെ നവീകരണം, അതിൽ ആദ്യഘട്ടം പൂർത്തീകരിക്കുകയാണ്. KSFDC അതുവഴി സിനിമയ്ക്ക് ഉണ്ടാകേണ്ട വളർച്ച എന്തെല്ലാമാണെന്ന് കൃത്യമായി വിലയിരുത്തിയ ഒരു അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണം, ഈ സിനിമ നിർമ്മിക്കുന്ന ഉപകരണങ്ങളുടെ ഒരു പ്രദർശനം കേരളം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് അതിന് അംഗീകാരം കൊടുത്തു. അങ്ങനെ ഒരു പ്രദർശനം നടന്നപ്പോൾ ലോകത്തിൽ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും ആധുനിക ക്യാമറ മുതൽ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും തിരുവനന്തപുരത്ത് ഒരുക്കി. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ നടന്നിട്ടില്ല. ഒരുക്കിയത് മാത്രമല്ല, നമ്മുടെ ചലച്ചിത്ര മേഖലയിലെ എല്ലാ ആളുകൾക്കും വലിയ തരത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു പ്രദർശനമാണ്. ഇപ്പോൾ സിനിമ പോളിസി അതിന്റെ ചെയർമാനാണ് ഷായ് സാർ. സത്യത്തിൽ വലിയ സങ്കടമുണ്ട്. കാരണം ഈ വരുന്ന മാസങ്ങളിൽ, തൊട്ടടുത്ത മാസങ്ങളിൽ അദ്ദേഹം തയ്യാറാക്കിയ സിനിമ പോളിസി കോൺക്ലേവിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. നിയമസഭയിൽ അത് അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടമാണ്. അതിൽ തന്നെ ഒരു പ്രത്യേകത കാണേണ്ടത്, ഏത് കാര്യത്തിനും 100% പെർഫെക്ഷനാണ്. തിയേറ്റർ നവീകരിച്ചാൽ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള നവീകരണ സംവിധാനം, ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ നിർമ്മാണം, ഏറ്റവും ഉയർന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ. ഇപ്പൊ തന്നെ ഈ പോളിസി തയ്യാറാക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുമായി അദ്ദേഹം ചർച്ച ചെയ്തു. ഇത്രയും വലിയ ഒരു മഹാനായ ഒരു സിനിമാ രംഗത്തെ ഒരു അതികായകനായ പ്രതിഭ വളരെ സാധാരണപ്പെട്ട ഒരു ക്യാമറാമാന്റെ മുമ്പിൽ വരെ പോയിരുന്ന് അവരുടെ പ്രശ്നം കേൾക്കാനും ഈ പോളിസിക്കകത്ത് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ശ്രമിച്ചു എന്നുള്ളതാണ് ഷാജൻ ഖാന്റെ ഏറ്റവും ഒരു പ്രത്യേകത. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ആത്മസമ്മേളനത്തിന്റെയും ഒരു മികച്ച വ്യക്തിത്വമായിരുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇന്നുവരെ കണ്ടിട്ടില്ല. ഒരു സ്വാത്വികനായിരുന്നു, ഒരു പരമസ്വാത്വികനായിരുന്നു. 73 വർഷം അദ്ദേഹം ജീവിച്ചു എന്നുള്ള വസ്തുതയാണെങ്കിലും കുറെ കാലം കൂടി അദ്ദേഹം ജീവിച്ച് മലയാള സിനിമയ്ക്കും മലയാളത്തിന്റെ സാംസ്കാരിക മേഖലയ്ക്കും ഒരുപാട് സംഭാവനകൾ ചെയ്യാമായിരുന്നു. ഏറ്റവും അവസാനം നടന്ന നമ്മുടെ IFFK അക്കാദമിയും ഈ വർഷം KSFDC സംയുക്തമായി അതിനകത്ത് കുറേയേറെ പ്രോഗ്രാംസ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തു. അടൂർ ഗോപാലകൃഷ്ണൻ സാറും കമലും അതുപോലെ തന്നെ ഷായി സാർ, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കുറെ പുതിയ തലത്തിലേക്ക് ഈ പ്രശ്നത്തെ IFFK മാറ്റി. ഇപ്പം ഏത് കാര്യത്തിലും ഒരു ഷാജി സാറിന്റെ ടച്ചുണ്ട്. ഷാജിയൻ കാരുടെ ടച്ചില്ലാത്ത ഒരു കാര്യവും മലയാള സിനിമയ്ക്കകത്ത് കഴിഞ്ഞ 4 വർഷക്കാലം സംഭവിച്ചിട്ടില്ല. എല്ലാ കാര്യത്തിലും ടച്ചുണ്ട്. പിന്നെ ഏത് കാര്യത്തിലും വളരെ മികവോടുകൂടി പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ളൊരു ഇടപെടി. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ക്രൈസിസുകൾ ഈ സിനിമാ രംഗത്ത് ഈ അടുത്ത സമയത്ത് പോകുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളും അഭിപ്രായങ്ങളും സർക്കാർ കേൾക്കുകയും ആ വാക്കുകളും അഭിപ്രായങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുപോകാനും സിനിമയെ അനുസ്മരിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തനം, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തന മികവ്, അതൊക്കെ അനുസ്മരിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ.